നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ എസ്തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി കമന്റ് ബോക്സിൽ ഒരുപാട് കമന്റുകൾ കാണുന്നുണ്ട്. 1 ഇയർ ബി.എഡിനെ കുറിച്ചാണ് പലരും ചോദിച്ചിരുന്നത്. വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഞങ്ങളുടെ ചാനൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു. കാരണം 1 ഇയർ ബി.എഡ് ആർക്കാണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കിയതാണ്. ഞങ്ങൾക്ക് കോളേജുകളിലേക്കൊന്നും തന്നെ വ്യക്തമായ ഒരു നിർദ്ദേശം എത്താതിരുന്നത് കൊണ്ടും NCTയുടെ സൈറ്റിൽ അതിനെക്കുറിച്ച് ഇതുവരെയും ഒരു തീരുമാനം വരാതിരുന്നത് കൊണ്ടുമാണ് ഞങ്ങളുടെ ചാനലിൽ നിന്ന് കൃത്യമായിട്ട് ആ ഒരു വിഷയത്തെക്കുറിച്ച് ഇതുവരെയും വീഡിയോ വരാതിരുന്നത്. പലരും ചോദിച്ചിരുന്നു, എന്താണ് 1 ഇയർ ബി.എഡിനെ കുറിച്ച് മാം മാത്രം ഒന്നും പറയാത്തത്? വിശ്വാസകരമായ രീതിയിലുള്ള ഒരു മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പലരുടെയും കമന്റ് ബോക്സിൽ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഇന്നലെ നമുക്ക് വ്യക്തമായിട്ട് അവരുടെ കരട് നയം അംഗീകരിച്ചതായി അറിയാൻ കഴിഞ്ഞു. അപ്പോൾ NCT ഇനി നടത്താൻ പോകുന്ന നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ബി.എഡിനെ കുറിച്ചും അതുപോലെ തന്നെ 1 ഇയർ ബി.എഡിനെ കുറിച്ചും വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് ആയിക്കഴിഞ്ഞു. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്ന് നോക്കാം. അംഗീകരിച്ച കരട് നയം അനുസരിച്ച് നമുക്ക് 3 തരത്തിലാണ് ഇനി ബി.എഡ് കേരളത്തിൽ, അതായത് ഇന്ത്യ ഒട്ടുക്ക് നടപ്പിലാക്കാൻ പോകുന്നത്. അത് ആദ്യത്തെ ബി.എഡ് എന്ന് പറയുന്നത് +2 കഴിഞ്ഞവർക്കുള്ള ഇൻ്റഗ്രേറ്റഡ് ബി.ടെക്, അതായത് ഐടെപ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇൻ്റഗ്രേറ്റഡ് ബി.എഡ് 4 വർഷത്തേക്കാണ്. ഫസ്റ്റ് ഇയർ മുതൽ തന്നെ ഡിഗ്രിയോടൊപ്പം നമ്മൾ ബി.എഡിന്റെ കണ്ടന്റ് കൂടി പഠിച്ചു പോകുന്ന തരത്തിലേക്ക് 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ബി.എഡ് വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ 4 ഓപ്ഷനുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ KG സെക്ഷൻ മുതൽ 2ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന, അതായത് നമ്മൾ TTC ഒക്കെ ചെയ്തിരുന്നവർ അല്ലെങ്കിൽ പ്രീ പ്രൈമറി ഒക്കെ പഠിച്ചിരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ലെവലിലുള്ള നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ എലക്റ്റീവ് എടുത്ത് നമുക്ക് പഠിക്കാൻ കഴിയും. അതുപോലെ 2ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രിപ്പറേറ്ററി സ്റ്റേജിൽ വരുന്ന 3ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ വരുന്ന കുട്ടികളെ പഠിപ്പിക്കേണ്ട രീതി, അതായത് നമ്മുടെ പഴയ TTCയുടെ ഒരു രീതിയിൽ വരുന്ന ഒരു എലക്റ്റീവ് പേപ്പർ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. ഇതൊക്കെ തന്നെ ഒരെണ്ണം മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അടുത്ത സെക്ഷൻ 6 മുതൽ 8 വരെ നമ്മുടെ പഴയ ഹൈസ്കൂളിൻ്റെ ലെവലിലേക്കൊക്കെ വന്നിരുന്ന HSA ഒക്കെ പോലെ തന്നെ വന്നിരുന്ന കോഴ്സുകൾക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള 6 മുതൽ 8 വരെ ക്ലാസ്സുകളിലേക്ക് പഠിപ്പിക്കുന്ന കുട്ടികൾക്കുള്ള മിഡിൽ സ്റ്റേജിലേക്കുള്ള ബി.എഡ്, അതുപോലെ സെക്കൻഡറി, അതായത് ഹയർ സെക്കൻഡറി എന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന പോലെ 9 മുതൽ 12 വരെയുള്ള കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന രീതിയിലുള്ള കോഴ്സുകൾ, അതിൽ സിലബസും കണ്ടന്റും ഒക്കെ തന്നെ പഠിപ്പിക്കുന്നതിൽ ഈ 4 സെക്ഷനിലും വ്യത്യാസമുണ്ട് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് മാത്രം എന്ന് ഇതുവരെയും നമുക്ക് എങ്ങും പറഞ്ഞു കേട്ടില്ല. ആ ഒന്ന് തന്നെ ആയിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഒരു കോഴ്സ് പഠിക്കുമ്പോൾ അതിൽ വിവിധ സെക്ഷനുകൾ നമുക്ക് ഫോളോ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവിടെ വരുന്നില്ല. കാരണം ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലാണ് നമ്മുടെ ഇപ്പോഴത്തെ കോഴ്സ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ ആ ഒരു സെക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ക്രെഡിറ്റ് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലെ ഈ 4 സെക്ഷനിൽ ഏതെങ്കിലും ഒന്ന് എലക്റ്റീവായിട്ട് എടുത്തുകൊണ്ട് 4 വർഷത്തെ ഐടെപ് ചെയ്യാനായിട്ടാണ് ഇനിയിപ്പോൾ കേരളത്തിൽ 2028 മുതൽ കമ്പൽസറി ആയിട്ട് തന്നെ എല്ലാ ബി.എഡ് കോളേജുകളിലേക്കും ഇൻ്റഗ്രേറ്റഡ് ബി.എഡ് ആയിട്ട് തന്നെ എത്താൻ പോകുന്നത്. ഇനി അടുത്ത് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് 2 വർഷത്തെ ബി.എഡ് കോഴ്സ് ഇതേപോലെ തന്നെ ഇപ്പോൾ ബി.എഡ് കോളേജുകളിൽ തുടരുന്നത് 2028 വരെ അഡ്മിഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2030 വരെയാണ് കോഴ്സ് നമുക്ക് ലാസ്റ്റ് ഇയർ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് 28 വരെ ഈ അഡ്മിഷൻ തുടരും എന്നാണ് അറിയുന്നത്. അതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ക്ലാസ്സുകളിലേക്ക്, അതായത് UP തലം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ക്ലാസ്സുകളിലേക്കുള്ള ബി.എഡ് ആണ് അത്. അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ തുടരും എന്ന് അറിയുന്നു. ഇനി അടുത്ത് വരുന്നത് നമ്മുടെ 3ാമത്തെ സെക്ഷനാണ് ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി ചെയ്യുന്നവർ. അത് പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കി പലരും ഒക്കെ തന്നെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി എന്ന് പറയുന്നതും ഇൻ്റഗ്രേറ്റഡ് ബി.എഡ് എന്ന് പറയുന്നതും രണ്ടും 2 കോഴ്സാണ്. ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ 4 വർഷവും ഡിഗ്രിയുടെ മെയിൻ സബ്ജക്റ്റുകൾ മാത്രമേ പഠിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ അനുബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. അവിടെ നമുക്ക് ബി.എഡിൻ്റെ കണ്ടന്റ് വരുന്നില്ല. ഈ ഒരു വ്യത്യാസം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആക്കും. ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് UG എന്ന് പറയുന്നതും ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഐടെപ് എന്നറിയപ്പെടുന്നതും രണ്ടും 2ആണ്. ഇതിൽ വ്യത്യസ്തമായ കണ്ടന്റുകളാണ് പഠിക്കുന്നത്. ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ കേരളത്തിലെ എല്ലാ കോളേജുകളിലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആ കുട്ടികൾക്ക് ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി 4 വർഷം കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്കാണ് 1 ഇയർ ബി.എഡ് വരാൻ പോകുന്നത്. അപ്പോൾ തന്നെ 50% മാർക്കോടുകൂടി PG പാസ്സായവർക്കും ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ പിന്നും ഒരു കൺഫ്യൂഷൻ കൃത്യമായിട്ട് നിലനിൽപ്പുണ്ട്. കഴിഞ്ഞ നോർമൽ ഡിഗ്രിയും PGയും കഴിഞ്ഞവർക്ക് തന്നെ ആണോ, അതോ ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി കഴിഞ്ഞ്
PG കഴിഞ്ഞവർക്കാണോ എന്നുള്ളൊരു കൺഫ്യൂഷന് ഇതുവരെ അതിനൊരു ക്ലാരിറ്റി വന്നിട്ടില്ല. സ്വാഭാവികമായും ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഡിഗ്രിയും B.Edും അതുപോലെ PGയുമാണ് നമുക്ക് ഹയർ സെക്കൻഡറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാര്യം അനുസരിച്ച്, ഇപ്പോഴത്തെ നിയമനം അനുസരിച്ച്. അപ്പോൾ അടുത്ത് നമുക്ക് ഇനി ഈ ചേഞ്ചുകളൊക്കെ വരുന്നതിനനുസരിച്ച് ഇപ്പോൾ 9 മുതൽ 12 വരെയൊക്കെ ക്ലാസ്സുകളിലേക്ക് പഠിപ്പിക്കുന്ന കുട്ടികളുടെ കാര്യം വരുമ്പോൾ PG നിർബന്ധമാവുന്നത് കൊണ്ട് എല്ലാവരും തന്നെ ഇപ്പോൾ PG എടുക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് എന്ന് പറയാം. പക്ഷെ അങ്ങനെ പോകുന്നതിനിടയിൽ B.Ed ചെയ്യാതെ പോയാൽ അടുത്ത് PG കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് 1 ഇയർ B.Ed ചെയ്യാൻ കഴിയുമോ, അത് അങ്ങനെ തന്നെ വെയിറ്റ് ചെയ്താൽ മതിയോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അതിന് വ്യക്തമായിട്ടൊരു മറുപടി ഇപ്പോൾ തരാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി കഴിഞ്ഞ്, അത് ഇൻ്റഗ്രേറ്റഡ് UG കഴിഞ്ഞ് വരുന്നവർക്ക് മാത്രമാണോ ഈ PG ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ അതുപോലെ തന്നെ B.Ed ഒരു വർഷത്തേക്ക് എന്നുള്ളത് ഒരു ക്ലാരിറ്റി ഇതുവരെയും വന്നിട്ടില്ല. അവിടെ നമുക്കൊരു സംശയം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. നമ്മുടെ നോർമൽ ഡിഗ്രിയും അതുപോലെ PGയും കഴിഞ്ഞ് വരുന്നവർക്കാണോ 50% മാർക്ക് PGക്ക് ഉണ്ടായിരുന്നാൽ നമുക്ക് 1 ഇയർ B.Edലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവിടെ ഇപ്പോഴും ഒരു ക്ലാരിറ്റിയുടെ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിനെ കുറിച്ചുള്ള എന്താണ് അതിന് വേണ്ടത് എന്നുള്ളത് നമ്മൾ വിശദമായി പഠിച്ചതിന് ശേഷം അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഈ വർഷം തന്നെ B.Edലേക്ക് ജോയിൻ ചെയ്യണമോ, അതേ PG കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു വർഷത്തേക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്യണോ എന്നൊക്കെ പലർക്കും ആശങ്കയുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ ഒരു വീഡിയോ അടുത്ത് വരുന്നുണ്ട്. ഇൻ്റഗ്രേറ്റഡ് B.Edനോടനുബന്ധിച്ചും അതുപോലെ തന്നെ പുതിയ B.Edന്റെ നയങ്ങളോടനുബന്ധിച്ചും ഒക്കെയുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് എത്തട്ടെ എന്ന് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നിന്ന് പുതിയ സംരംഭമായിട്ട് B.Edന് ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഒരു പുസ്തകങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ വന്നിരുന്നു. അതിന് താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബുക്ക് നിങ്ങളുടെ കയ്യിൽ പോസ്റ്റ് വഴി എത്തുന്നതാണ്. ബുക്ക് ആവശ്യമുള്ളവർ ആ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ ബുക്ക് എത്തിക്കുന്നതാണ്. എല്ലാവർക്കും നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൻ്റെ ആശംസകൾ.